പബ്ലിക് യൂണിവേഴ്സിറ്റി ആകട്ടെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകട്ടെ, ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഒന്നുകിൽ IELTS അല്ലെങ്കിൽ +2 പഠിച്ചിരിക്കുന്ന MOA മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന കൺട്രികളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൺട്രിയിൽ എത്താനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് ആവശ്യമില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട്. ഇതോടൊപ്പം തന്നെ എൻ്റെ ഒരു സജഷൻ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഭാഷ അവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ നമുക്കൊന്നും വളരാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഏതൊരു യൂറോപ്യൻ കൺട്രി ചെന്നാലും നമുക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. കുറച്ച് ടൈം നിങ്ങളുടെ കരിക്കുലത്തിൻ്റെയോടൊപ്പം തന്നെ ഈ ലാംഗ്വേജ് പഠിക്കാനും കൂടി നിങ്ങൾ ടൈം കണ്ടെത്തുക. മിക്ക കൺട്രീസിൻ്റെയും ലാംഗ്വേജ് ലെവൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് PR-ന് B1 ലെവലാണ്. ഓക്കെ, ചില കൺട്രീസിൽ മാത്രം B2 ലെവൽ വേണം. കോഴ്സ് കഴിഞ്ഞ് അതിനുശേഷം ആ സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ടാവും. ഈ ഒരു സ്റ്റേ ബാക്ക് കഴിയുന്ന ടൈമിനുള്ളിൽ നമ്മൾ ആ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി B1 അല്ലെങ്കിൽ B2 ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് PR-ലേക്ക് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.